Hello friends, welcome to Master Key Academy. On his blindness എന്ന പോമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജോൺ മിൽട്ടൺ എഴുതിയ ഓൺ ഹിസ് ബ്ലൈൻഡ്നസ് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ചെറിയ കവിതയാണ്. ജോൺ മിൽട്ടനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് പോമിനെ കുറിച്ച് പഠിക്കാം. When I consider how my life is spent, ഇതാണ് നമ്മുടെ പോമിന്റെ ഒരു ടൈറ്റിൽ എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ ഓൺ ഹിസ് ബ്ലൈൻഡ്നസ് എന്ന പേരിലും അത് അറിയപ്പെടുന്നുണ്ട്. ആ ഒരു പേരിലാണ് പ്രശസ്തമായത്. കാരണം ഓൺ ഹിസ് ബ്ലൈൻഡ്നസ് ആകുമ്പോൾ കുഞ്ഞു പേരാണല്ലോ. കവിതയിലെ ആദ്യത്തെ വരിയാണ് വെൻ ഐ കൺസിഡർ ഹൗ മൈ ലൈഫ് ഇസ് സ്പെൻഡ്. കവിതയിലെ ആദ്യത്തെ വരിയാണ്. സാധാരണഗതിയിൽ കവി പേര് കൊടുക്കാത്ത സമയത്താണ്, കവികൾ പേര് കൊടുക്കാത്ത സമയത്താണ് എന്ത് ചെയ്യുന്നത്, കവിതയിലെ ആദ്യത്തെ വരി അതിന്റെ പേരായിട്ട് പരിഗണിക്കുന്നത്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് നോൺ ഓഫ് ദ സോണറ്റ്സ് ഓഫ് ജോൺ മിൽട്ടൺ. ജോൺ മിൽട്ടന്റെ ഒരു പ്രശസ്തമായിട്ടുള്ള സോണറ്റിൽ പെട്ടതാണ്. ഇവിടെ സോണറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജോൺ മിൽട്ടന്റെ എ വാലിഡിക്ഷൻ ഫോർബിഡിംഗ് മോർണിംഗ് എന്ന പോം പഠിച്ചിരുന്നു. അത് മെറ്റാഫിസിക്കൽ പോമാണ് കേട്ടോ, അത് സോണറ്റ് അല്ല. ഞാൻ അറിയാതെ സ്ലിപ്പ് ഓഫ് ദ ടങ് ആയിട്ട് സോണറ്റ് എന്ന് വന്നതാണ് കേട്ടോ. അത് സോണറ്റ് അല്ല, അത് പോം ആണ് കേട്ടോ. അത് പോം ആണ്. ജോൺ മിൽട്ടന്റെ ഓൺ ഹിസ് ബ്ലൈൻഡ്നസ് ആണ് സോണറ്റ്. ജോൺ ഡണ്ണിന്റെ എ വാലിഡിക്ഷൻ ഫോർബിഡിംഗ് മോർണിംഗ് എന്നത് മെറ്റാഫിസിക്കൽ പോം ആണ്, എന്തല്ല സോണറ്റ് അല്ല കേട്ടോ. അത് അറിയാതെ വന്നു പോയതാണ്, സ്ലിപ്പ് ഓഫ് ദ ടങ് ആയിട്ട് വന്നതാണ്. The sonnet was the first published in Milton's 6073 poems in his autograph notebook known as the Trinity Manuscript. അപ്പോൾ ഈ സോണറ്റ് ആദ്യമായിട്ടും പബ്ലിഷ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ 1673 അദ്ദേഹം എഴുതി സൂക്ഷിച്ചിട്ടുള്ള ഓട്ടോഗ്രാഫ് ബുക്കിലാണ്. ആ ഓട്ടോഗ്രാഫ് ബുക്കിന് പറയുന്ന പേര് ട്രിനിറ്റി മാനുസ്ക്രിപ്റ്റ് ആണ് കേട്ടോ. ട്രിനിറ്റി മാനുസ്ക്രിപ്റ്റിലാണ്. ഫ്രം ഇറ്റ്സ് ലൊക്കേഷൻ ഇൻ ദ റെൻ ലൈബ്രറി ഓഫ് ട്രിനിറ്റി കോളേജ്, കേംബ്രിഡ്ജ്. കേംബ്രിഡ്ജിലെ റെൻ ലൈബ്രറിയിലെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓട്ടോഗ്രാഫ് ബുക്കിൽ നിന്നാണ് ഈ പുസ്തകം ആദ്യമായിട്ടും കണ്ടെടുക്കുന്നത്. ഹി ഗേവ് ഇറ്റ് ദ നമ്പർ 90. അതിന് 90 എന്ന 19ാമത്തെ നമ്പറാണ് കൊടുത്തിട്ടുള്ളത്. ബട്ട് ഇൻ ദ പബ്ലിഷ്ഡ് ബുക്ക് ഇറ്റ് വാസ് നമ്പർ 16. പക്ഷെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകത്തിൽ അതിൽ 16 എന്ന നമ്പറാണ് കാണുന്നത്. കൺഫ്യൂഷൻ ആകണ്ട, സോണറ്റ് 90 ആണ് അദ്ദേഹം ശരിക്ക് കൊടുത്തിട്ടുള്ള നമ്പർ കേട്ടോ. സോണറ്റ് 90 എന്നാണ് അദ്ദേഹം ശരിക്ക് കൊടുത്തിട്ടുള്ള നമ്പർ. നമ്മൾ സ്ട്രെസ് ചെയ്യേണ്ടതും സോണറ്റ് 90 എന്ന പേരിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ സോണറ്റ് 90 ആണ് ഓൺ ഹിസ് ബ്ലൈൻഡ്നസ്. There is no evidence that Milton used this title. It was assigned a century later by Thomas Newton in his 1961 edition of Milton's poetry. അപ്പോൾ ഇതിൽ ഓൺ ഹിസ് ബ്ലൈൻഡ്നസ് എന്ന ടൈറ്റിൽ കൊടുത്തതായിട്ട് ഒരു തെളിവില്ല. മറിച്ച് ഈ ഒരു ടൈറ്റിൽ കൊടുക്കുന്നത് പിന്നീട് 1761 അദ്ദേഹത്തിൻ്റെ കവിത ഒന്ന് ക്രോഡീകരിച്ച് പ്രസിദ്ധപ്പെടുത്താൻ ശ്രമിച്ച തോമസ് ന്യൂട്ടൻ ആണ്. അപ്പൊ 1673 ഇത് ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്നത് അദ്ദേഹത്തിന്റെ മാനുസ്ക്രിപ്റ്റിൽ. എന്നാൽ 1761 തോമസ് ന്യൂട്ടൻ ആണ് പിൽക്കാലത്ത് ഓൺ ഹിസ് ബ്ലൈൻഡ്നസ് എന്ന ടൈറ്റിൽ കൊടുക്കുന്നത് കേട്ടോ. മാറിപ്പോകരുത്. 1673 അദ്ദേഹം എഴുതിയ സമയത്ത് ഇതിൽ സോണറ്റ് 90 എന്ന ആ ഒരു നമ്പറേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. In When I consider how my life is spent, Milton reflects on blindness. ഈ ഒരു പോമിൽ അദ്ദേഹത്തിന്റെ ബ്ലൈൻഡ്നെസ്സിനെ കുറിച്ചാണ് പറയുന്നത്. This was an important topic for him since he lost his own sight in the mid-1950s. 1650 മധ്യത്തിൽ അദ്ദേഹത്തിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. 1651 പൂർണ്ണമായിട്ടും കാഴ്ച നഷ്ടപ്പെടുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ കാഴ്ച നഷ്ടപ്പെടുന്ന സമയത്ത് തന്റെ കാഴ്ച നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് തന്റെ ആവലാതി പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു പോമാണ് ഇത്. മിൽട്ടൺ വാസ് എ റൈറ്റർ ഹു റിലൈഡ് ഓൺ ഹിസ് ഐസ്. മിൽട്ടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു എഴുത്തുകാരന് അവന്റെ കണ്ണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കണ്ണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ആ ഒരു രീതിയിൽ മിൽട്ടന് വളരെ വലിയൊരു അസറ്റാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. Though blindness would have presented a number of practical problems.
മാത്രമല്ല ഈ ഒരു കാഴ്ചക്കുറവ് എന്നതിന് ഇതല്ലാതെ മറ്റു പല തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അല്ലെ, പ്രായോഗികമായിട്ടുള്ള മറ്റു പല പ്രശ്നങ്ങളുണ്ട്. എഴുത്തുകാരന് മാത്രമല്ല, ഏതൊരു വ്യക്തിക്കും കാഴ്ച പ്രധാനപ്പെട്ടതാണ്. കാഴ്ച ഉള്ള ഒരാൾക്ക് പ്രത്യേകിച്ച് കാഴ്ച നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇൻ ദിസ് പോം മിൽട്ടൺ ഫോക്കസസ് ഓൺ ദ സ്പിരിച്വൽ ഇഷ്യൂസ് അസോസിയേറ്റഡ് വിത്ത് ബ്ലൈൻഡ്നസ്. പക്ഷെ ഈ ഒരു കവിതയിൽ അദ്ദേഹം ഈ ഒരു കാഴ്ച നഷ്ടപ്പെടുന്നതുമായിട്ട് ബന്ധപ്പെട്ട ആത്മീയമായിട്ടുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ചാണ് പറയുന്നത്. സ്പിരിച്വൽ ഇഷ്യൂസിനെ കുറിച്ചാണ് പറയുന്നത്. The poem speaker believes that he or she should use his or her talents as writer to serve God. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ദൈവം അദ്ദേഹത്തിന് ഒരു ടാലന്റുകൾ കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു ടാലന്റ് ഉപയോഗിക്കുക എന്നുള്ളത് അയാളുടെ ധർമ്മമാണ്. Yet the speaker's blindness make his impossible. It's impossible. This impossible. പക്ഷെ ആ ഒരു കാഴ്ചക്കുറവ് അദ്ദേഹത്തെ ഈ ഒരു ഉദ്യമം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ടാലന്റ് ഉപയോഗിക്കുന്നതിൽ നിന്നും തടസ്സപ്പെടുത്തുന്നു. This implicity calls into questions that demands the God places on human beings. അങ്ങനെ തൻ്റെ ടാലന്റ് താൻ ഉപയോഗപ്പെടുത്തില്ലെങ്കിൽ ദൈവം തന്നോട് ചോദ്യം ചെയ്യും അല്ലേ. അപ്പോൾ ദൈവത്തിന്റെ ഡിമാൻഡാണ് മനുഷ്യൻ ദൈവത്തെ എന്ത് ചെയ്യുക, സെർവ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിലേക്കുള്ള ചില ക്വസ്റ്റ്യൻസ് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഇനി ഞാൻ ദൈവത്തെ സെർവ് ചെയ്തില്ലെങ്കിൽ ദൈവം എന്നെ ചോദ്യം ചെയ്യുമോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങളിലേക്ക് അദ്ദേഹം വരുന്നുണ്ട്. Yet any tension is resolved by the end of the sonnet. പക്ഷെ ആ ഒരു അദ്ദേഹത്തിന്റെ ആകുലതയ്ക്കുള്ള ഉത്തരം കവിതയുടെ അവസാനം വരുന്നുണ്ട്. തൻ്റെ ടാലന്റ് ഉപയോഗിക്കാത്തതിൽ, ദൈവത്തിന് സെർവ് ചെയ്യാത്തതിൽ ദൈവം തന്നെ കുറ്റപ്പെടുത്തുമോ എന്ന തൻ്റെ ടെൻഷന് ഉത്തരവും ഈ ഒരു സോണറ്റിന്റെ അവസാനത്തിൽ കൊണ്ടുവരുന്നുണ്ട്. The speaker ultimately asserts that people must serve God through faith rather than work. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് വിശ്വാസം കൊണ്ടാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് അല്ലെ ദൈവത്തെ സേവിക്കേണ്ടത്, എന്തുകൊണ്ടല്ല, പ്രവർത്തനം കൊണ്ടല്ല. അപ്പോൾ ദൈവത്തിൽ നല്ല വിശ്വാസമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഫെയ്ത്ത് തന്നെയാണ് അയാളുടെ സർവീസ്, അയാളുടെ വിശ്വാസം തന്നെയാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള സർവീസ്. അയാൾക്ക് ഒരുപാട് പെർഫോമൻസ് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിലും അതൊരു പ്രശ്നമായിട്ട് വരില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇറ്റ് ഈസ് എ 14-line ട്രഡീഷണൽ മിൽട്ടോണിക് സോണറ്റ്. സോണറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏകദേശം 14 വരികളൊക്കെ തന്നെയാണ് വരുന്നത്. ആ മിൽട്ടോണിക് സോണറ്റിലും 14 വരികൾ തന്നെയാണ് ഉള്ളത്. ഇറ്റ് ഫോളോസ് എ റൈം സ്കീം ഓഫ് അബ്ബ 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 ടക് ടക് അല്ലെ, അബ്ബ അബ്ബ ടക് ടക്, എ ബി ബി എ ബി ബി എ, സി ഡി ഇ സി ഡി ഇ. അപ്പോൾ ഇത് 8 വരിയും ആദ്യം ഒരു 8 വരി അഥവാ ഒരു ഒക്ടേവും പിന്നെ ഒരു സെറ്റുമാണ്, പിന്നെ ഒരു 6 വരി, അങ്ങനെ 14 വരികൾ. ആൻഡ് കൺഫോം ടു ഇയാംബിക് പെൻഡാമീറ്റർ. സോണറ്റ് ആകുമ്പോൾ ഇയാംബിക് പെൻഡാമീറ്റർ ആണല്ലോ, സോ ഇയാംബിക് പെൻഡാമീറ്റർ ആണ്. വേർ ദ വോൾട്ട ഒക്കേഴ്സ് അറ്റ് 9. അതേപോലെ ഇവിടെ ഒരു വോൾട്ട എന്ന് പറയുമ്പോൾ ഒരു സഡൻ ഷിഫ്റ്റ് ആണ് അല്ലെ, ഒരു വോൾട്ട ഉണ്ടാകുന്നുണ്ട്. ആ വോൾട്ട ഉണ്ടാകുന്നത് 9ാമത്തെ വരിയിലാണ്. അഥവാ 8 വരികൾ പിന്നീട് 6 വരിയാകുന്ന സമയത്ത് പോമിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാകുന്ന ഒരു വോൾട്ട ഉണ്ടാകുന്നുണ്ട്. With that murmur soon replies എന്നാണ് 9ാമത്തെ വരി, മാർക്കിംഗ് ദ ഷിഫ്റ്റ് ഫ്രം ക്വസ്റ്റ്യനിങ് ടു അക്സെപ്റ്റൻസ്. അപ്പോൾ ഈ ആദ്യത്തെ 8 വരികളിൽ അദ്ദേഹത്തിന്റെ ചോദ്യം, അദ്ദേഹത്തിന്റെ ആവലാതി ഒക്കെയാണ് വരുന്നത്, ടെൻഷനൊക്കെയാണ് വരുന്നത്. 9ാമത്തെ വരിയാകുന്ന സമയത്ത് അഥവാ 9 to 14 വരികളിൽ, 9 to 14 വരികളിൽ പിന്നെ അങ്ങോട്ട് വരുന്നത് ഉത്തരമാണ്. സോ ഷിഫ്റ്റ് ഫ്രം ക്വസ്റ്റ്യനിങ് ടു അക്സെപ്റ്റൻസ്. ഇവിടെ ചോദ്യം ചെയ്യലിൽ നിന്നും സ്വീകാര്യതയിലേക്ക്, അഥവാ തനിക്ക് ദൈവം തന്ന ഈ ഒരു അവസ്ഥ താൻ സ്വീകരിക്കുന്നു, അതിൽ താൻ തൃപ്തനാകുന്നു എന്ന ഒരു കണ്ടീഷനിലേക്ക് മാറുന്നു. ഇറ്റ് ഈസ് സെപ്പറേറ്റഡ് ഇൻറ്റു 1 octave. അപ്പോൾ ഇത് ഒരു ഒക്ടേവും ദെൻ അഥവാ ദ ഫസ്റ്റ് 8 lines ആൻഡ് 1 സെറ്റ്, പിന്നീട് 6 വരികൾ, ആദ്യം 8 വരികൾ പിന്നെ 6 വരികളായിട്ട് രണ്ടായിട്ടാണ് ഈ സോണറ്റ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് കവിതയിലേക്ക് വരാം. ആദ്യത്തെ 2 വരികളാണ്. When I consider how my life is spent, half my days in this dark world and void. When I consider how my life is spent, എങ്ങനെയാണ് എൻ്റെ
വെളിച്ചം എന്ന് പറയുമ്പോൾ ഇവിടെ അദ്ദേഹത്തിന്റെ ജീവിതത്തെ ആയിരിക്കാം ഉദ്ദേശിച്ചത്. അഥവാ കാഴ്ചയുള്ള തന്റെ ജീവിത കാലഘട്ടം, കാഴ്ചയുള്ള തന്റെ രചന കാലഘട്ടം, റൈറ്റിംഗ് പീരീഡ്, ഇതൊക്കെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ array half my days in this dark world and wide, ആ ഒരു കാഴ്ചയുള്ള കാലഘട്ടം അപ്പോൾ എൻ്റെ ഈ ഒരു മധ്യകാലത്തിന് മുന്നേ ഉള്ള കാലഘട്ടമാണ്. ഇപ്പോഴോ array half my days in this dark world and wide. array എന്ന് പറയുമ്പോൾ ബിഫോർ ആണ്, ബിഫോർ ഇപ്പോഴുള്ള എൻ്റെ കാലഘട്ടത്തിന്റെ പ്രത്യേകത, ഇപ്പോൾ എൻ്റെ ലോകം ഡാർക്കാണ്, കാഴ്ച നഷ്ടപ്പെട്ടു. അതേപോലെ വൈഡാണ്, ഇനിയും അങ്ങോട്ട് വിശാലമായിട്ട് ദീർഘമായിട്ട് ഞാൻ സഞ്ചരിക്കേണ്ടതുണ്ട്. ഇപ്പൊ എനിക്ക് ഇനിയും ദൂരം സഞ്ചരിക്കാനുണ്ട്, എന്നാൽ ഇരുട്ട് നിറഞ്ഞതാണ്. അപ്പോൾ ഇരുട്ട് നിറഞ്ഞ വിശാലമായിട്ടുള്ള ഈ ഒരു ലോകത്ത് ഞാൻ നിൽക്കുകയാണ്. ഇതിനു മുന്നേ ഉള്ള എൻ്റെ ജീവിത കാലഘട്ടത്തെ ഞാൻ നോക്കുന്ന സമയത്ത് ഉത്തരം വന്നിട്ടില്ല, വെൻ വന്നതേ ഉള്ളൂ അല്ലേ, കണ്ടീഷൻ വന്നതേ ഉള്ളൂ, അതിന്റെ ആൻസറിലേക്ക് വന്നിട്ടില്ല. The poem begins with the speaker's consideration of how he has spent the years of his life represented his light. അപ്പോൾ ലൈറ്റ് എന്ന് പറയുമ്പോൾ അദ്ദേഹം കാഴ്ചയുള്ള സമയത്ത് സ്പെൻഡ് ചെയ്ത ജീവിതത്തെ കുറിച്ചാണ്. This light and being a metaphor for life are also literal representation of Milton's life days in which he could see. അപ്പോൾ ഇത് ഒരു മെറ്റഫറാണ് നമുക്ക് പറയാൻ കഴിയും. മെറ്റഫർ എന്ന് പറയാൻ കഴിയുന്നത് ഒന്നെങ്കിൽ ഇത് ജീവിതം എന്നായിരിക്കും ഉദ്ദേശം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ റൈറ്റിംഗ് ലൈഫ്, രണ്ടും പറയാം. രണ്ടും ആയാലും ലൈഫ് തന്നെയാണല്ലോ, അതും പറയാം. ഇനി പ്രകാശമുള്ള തന്റെ കാലഘട്ടം അഥവാ കാഴ്ചയുള്ള തന്റെ കാലഘട്ടം എന്ന രീതിയിൽ നമുക്ക് ഇതിനെ പറയാൻ കഴിയും. അപ്പൊ ഈ രണ്ട് രീതിയിൽ നമുക്ക് ഇതിനെ പറയാൻ കഴിയും. അപ്പൊ ഒന്നെങ്കിൽ ദിസ് ലൈറ്റ് ആൻഡ് ബീങ് എ മെറ്റഫർ ഫോർ ലൈഫ്, ഇത് ജീവിതത്തിന്റെ കാലഘട്ടം എന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാഴ്ചയുള്ള ജീവിത കാലഘട്ടം എന്നോ നമുക്ക് പറയാം. ഇനി ദ സെക്കൻഡ് ലൈൻ എക്സ്പാൻഡ്സ് ഓൺ ദാറ്റ്. ഇനി ഇതിന്റെ വിശദീകരണമാണ് രണ്ടാമത്തെ വരിയിൽ വരുന്നത്. Explaining that before even half of the speaker's life had passed, he is forced to live in a world that is dark and wide. അപ്പോൾ അദ്ദേഹം പറയുന്നു ബിഫോർ ഹാഫ് മൈ ഡേയ്സ്, അപ്പൊ എൻ്റെ ജീവിതത്തിന്റെ ഒരു പകുതി അങ്ങോട്ട് കഴിഞ്ഞു. അപ്പൊ ജീവിതത്തിന്റെ പകുതിയിലേക്ക് എത്തുന്നതിന് മുമ്പ് കേട്ടോ, പകുതിയിലേക്ക് എത്തുന്നതിന് മുന്നേ ഞാൻ എവിടെ എത്തി? ഇരുണ്ട വിശാലമായിട്ടുള്ള ഒരു ലോകത്ത് ഞാൻ എത്തിപ്പെട്ടു. The speakers had passed, അല്ലെ, അദ്ദേഹം even half of the speaker's life had passed, ജീവിതത്തിന്റെ പകുതി കഴിഞ്ഞതേ ഉള്ളൂ, അല്ലെങ്കിൽ പകുതി കഴിയുന്നതിന് മുന്നേ അദ്ദേഹം വളരെയധികം ഡാർക്ക് ആയിട്ടുള്ള വൈഡ് ആയിട്ടുള്ള ഒരു വേൾഡിലേക്ക് എത്തിപ്പെട്ടു. Since Milton went to blind at 42, he would have the opportunity to use his writing skills, his talents in the employ of Oliver Cromwell. അദ്ദേഹം 42 വയസ്സാകുന്ന സമയത്താണ് ബ്ലൈൻഡ് ആകുന്നത്. 60-51 നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ പറയും. ഒലിവർ ക്രോംവെലിന്റെ സെക്രട്ടറി ആയിട്ട് അല്ലെങ്കിൽ സിവിൽ സർവന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് അദ്ദേഹം ബ്ലൈൻഡ് ആകുന്നത്. പിന്നെ ആൻഡ്രൂ മാവൽ അതുപോലുള്ള അസിസ്റ്റൻസിന്റെ സഹായത്തോടു കൂടി അദ്ദേഹം ജോലി ചെയ്യുന്നുണ്ടാവും. അദ്ദേഹത്തിന്റെ ടാലന്റ് അദ്ദേഹം യൂസ് ചെയ്യുന്നുണ്ടാവും. He had risen to what was more than likely the peak of his possibility achievement, the highest position a writer in England could hope to gain. അപ്പൊ അദ്ദേഹം അതിനകം തന്നെ അന്ന് ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്ന ഒരു എഴുത്തുകാരന് സ്വപ്നം കാണാൻ കഴിയാത്തത്ര, അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ എത്ര ഉയരത്തിൽ എത്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നോ അത്രയും ഉയരത്തിൽ അദ്ദേഹത്തിന് എത്തിപ്പെടാൻ പറ്റാവുന്ന അത്ര ഉയരത്തിൽ അദ്ദേഹം എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രായത്തിൽ തന്നെ 42 വയസ്സാകുന്ന സമയത്ത് തന്നെ. He did not know at that time that his greatest works would be written while he was blind. ഈ ഒരു കവിത എഴുതുന്ന സമയത്ത് അദ്ദേഹത്തിന് അറിയില്ല തൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച രചനകൾ ഇനിയാണ് താൻ എഴുതാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള പല രചനകളും നമുക്കറിയുന്ന പല രചനകളും അതിനുശേഷമാണ് 1651 ശേഷമാണ് അദ്ദേഹം എഴുതുന്നത്. His talents come into play in the next lines, some of the trickiest in whole piece. ഇനി അദ്ദേഹത്തിന്റെ കവിതയിലെ പ്രധാനപ്പെട്ട വളരെ ട്രിക്കി ആയിട്ടുള്ള പരാമർശങ്ങൾ ഇനിയാണ് അങ്ങോട്ട് വരാൻ പോകുന്നത്. സോ അദ്ദേഹം പറയുന്നു, അദ്ദേഹം ജീവിതത്തിന്റെ നടുക്കെത്തുന്നതിന് മുന്നേ തന്നെ ഇരുണ്ട വിശാലമായിട്ടുള്ള ലോകത്ത് അദ്ദേഹം ഒറ്റപ്പെട്ടു പോയി എന്ന് പറയുന്നു. ആൻഡ് ദാറ്റ് വൺ ടാലന്റ് വിച്ച് ഈസ് ഡെത്ത് ടു ഹൈ. എന്നാൽ അദ്ദേഹം പറയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ടാലന്റ്
which is death to hide. അതിനെ മറയ്ക്കാൻ കഴിയുന്നത് മരണത്തിന് മാത്രമാണ്. Lodged with me useless. അപ്പോൾ മരണത്തിന് മാത്രം മറയ്ക്കാൻ കഴിയുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു ടാലന്റ് എന്ന് പറയുമ്പോൾ അത് റൈറ്റിംഗ് ആണ്. അദ്ദേഹത്തിന്റെ ടാലന്റ് റൈറ്റിംഗ് ആണ് അല്ലെ. ആ ഒരു ടാലന്റ് യൂസ്ലെസ് ആയി പോയി. അപ്പൊ മരണം കൊണ്ട് മാത്രം അവസാനിക്കാവുന്ന ഒരു ടാലന്റ്, എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ടാലന്റ് എഴുത്താണ്, അത് മരണം കൊണ്ടാണ് അവസാനിക്കുന്നത്. പക്ഷെ ആ ഒരു ടാലന്റ് യൂസ്ലെസ് ആയി പോയി. So my soul more burnt. എന്നിരുന്നാലും എൻ്റെ ആത്മാവ് കൂടുതൽ കുനിയുകയാണ്. അപ്പൊ യൂസ്ലെസ് ആയി പോയി എന്ന് പറയാൻ കാരണം കാഴ്ച നഷ്ടപ്പെട്ടു. അപ്പൊ കാഴ്ച നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഇനി എനിക്ക് എഴുതാൻ കഴിയുമോ ഇല്ലേ എന്നുള്ളത് അദ്ദേഹത്തിന് ഉറപ്പില്ല. അതുകൊണ്ടാണ് മരണം കൊണ്ട് മാത്രം അവസാനിക്കാവുന്ന എൻ്റെ ആ ഒരു ടാലന്റ് ഇപ്പോൾ ഉപയോഗശൂന്യമായി പോയിരിക്കുകയാണ്, അത് എനിക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. എന്നിരുന്നാലും ഞാൻ ദൈവത്തിലേക്ക് കൂടുതൽ വണങ്ങുന്നു. ടു സെർവ് ദേർ വിത്ത് മൈ മേക്കർ. എന്തിന് ദൈവത്തിലേക്ക് വണങ്ങുന്നത്? എന്തിനാണ്? എൻ്റെ മേക്കറിനെ, എൻ്റെ സ്രഷ്ടാവിനെ കൂടുതൽ സേവിക്കുന്നതിന് വേണ്ടി. അപ്പൊ ദൈവത്തെക്കുറിച്ച് അദ്ദേഹം യൂസ് ചെയ്യുന്ന ടേം മേക്കർ എന്നാണ് കേട്ടോ, മേക്കർ എന്നാണ് ഓർത്തിരിക്കുക. ആൻഡ് പ്രസന്റ് മൈ ട്രൂ അക്കൗണ്ട്. എൻ്റെ യഥാർത്ഥ കഴിവുകളെ അല്ലെങ്കിൽ എൻ്റെ യഥാർത്ഥ അക്കൗണ്ടുകളെ ദൈവത്തിലേക്ക് സമർപ്പിക്കുന്നതിന് വേണ്ടി, പ്രസന്റ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ദൈവത്തിലേക്ക് കൂടുതൽ വണങ്ങുകയാണ്. ലെസ്റ്റ് ഹി റിട്ടേണിംഗ് ചൈൽഡ്. അങ്ങനെ ചെയ്താൽ മാത്രമേ അവൻ എന്നെ സ്കോൾഡ് ചെയ്യാതിരിക്കൂ അല്ലെ. ഞാൻ ദൈവത്തെ എന്ത് ചെയ്യണം? ദൈവത്തെ സെർവ് ചെയ്യണം. അങ്ങനെ ചെയ്താൽ ദൈവത്തെ ഞാൻ സെർവ് ചെയ്യുന്നു, അതുകൊണ്ട് അദ്ദേഹം എന്നെ സ്കോൾഡ് ചെയ്യില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. സോ ഇവിടെ ടാലന്റ് എന്ന് പറയുമ്പോൾ റൈറ്റിംഗിലേക്കാണ് സൂചന. ഇതൊരു ബിബ്ലിക്കൽ അലീഷൻ കൂടിയാണ് കേട്ടോ. ബൈബിളില് ടാലന്റിനെ കുറിച്ച് ഒരു കഥ പറയുന്നുണ്ട് അല്ലെ. പാരബിൾ ഓഫ് മാത്യുവിലാണെന്ന് തോന്നുന്നു, നമുക്ക് നോക്കാം. മിൽട്ടൺ സ്പീക്സ് ഓഫ് ഹിസ് ടാലന്റ്. ഇവിടെ മിൽട്ടൺ അദ്ദേഹത്തിന്റെ ടാലന്റിനെ കുറിച്ച് പറയുകയാണ്. ഹിസ് സ്കിൽസ് വിത്ത് വേർഡ്സ് ആൻഡ് ലവ് ഫോർ റൈറ്റിംഗ്. അദ്ദേഹത്തിന്റെ ടാലന്റ് എന്ന് പറയുന്നത് എഴുത്താണ് അല്ലെ, എഴുത്താണ്. വാസ് ഹിസ് എൻറ്റയർ ലൈഫ്. അദ്ദേഹത്തിന് എഴുതാനുള്ള കഴിവ്, എഴുത്തിനോടുള്ള സ്നേഹം, ഇത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലുടനീളമുള്ള ടാലന്റ്. ഹിസ് ലിവ്ലിഹുഡ് ആൻഡ് സെൽഫ് വാസ് ഡിപെൻഡന്റ് ഓൺ ഇറ്റ്. അദ്ദേഹത്തിന്റെ ജീവിത മാർഗവും, അദ്ദേഹം പണം സമ്പാദിക്കുന്നതും അതിലൂടെയാണ് അല്ലെ. അദ്ദേഹത്തിന്റെ ജീവിത മാർഗവും അദ്ദേഹത്തിന്റെ ആദരവ്, സെൽഫ് റെസ്പെക്റ്റും ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ഒരു ടാലന്റിലാണ്. ദിസ് വേർഡ് ടാലന്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദിസ് ലൈൻസ്. അപ്പൊ ഇവിടെ ടാലന്റ് എന്ന് പറയുന്ന സാധനം അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം, എന്താണ് അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന്. As a biblical scholar, Milton was familiar with the text of the Bible and chose to reference the parable of talents from Matthew 25 here. അപ്പൊ ഇവിടെ ടാലന്റ് എന്നുള്ളത് ആകസ്മികമായിട്ട് അദ്ദേഹം ഉപയോഗിച്ച ഒരു ടേം അല്ല, മറിച്ച് അദ്ദേഹം ബൈബിളിനെ കുറിച്ച് അഗാധ പാണ്ഡിത്യമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ടാലന്റ് എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പാരബിൾ ഓഫ് ടാലന്റിനെ കുറിച്ചുള്ള ഒരു കഥ മാത്യുവിലെ 25-ാം അധ്യായത്തിൽ മാത്യുവിലെ 25-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. രണ്ട് സുഹൃത്തുക്കൾക്ക് കുറച്ച് പണം നൽകിയ ശേഷം ഈ പണത്തെ സൂക്ഷിക്കാനായിട്ട് ഗുരു ഏൽപ്പിക്കുന്നു. ഏകദേശം അങ്ങനെയാണ് എന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ. സൂക്ഷിക്കാനായിട്ട് ഏൽപ്പിക്കുന്നു. അതിലൊരാൾ പണം കൊണ്ട് കുഴിച്ചിടുന്നു, മറ്റൊരാൾ അതെന്ത് ചെയ്യുന്നു? പണം കൊണ്ട് കച്ചവടം ചെയ്ത് അതിനെ ഇരട്ടിയാക്കുന്നു അല്ലേ. അപ്പൊ ഇവിടെ ടാലന്റ് കൃത്യമായിട്ടും വിനിയോഗിച്ചത് ആരാണ് എന്ന് പറയേണ്ടതില്ലല്ലോ അല്ലെ. പണം സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു പണം നഷ്ടമില്ലാതെ അത് വർദ്ധിപ്പിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെ. അല്ലാതെ അതുകൊണ്ട് കുഴിച്ചിടുക അല്ലെങ്കിൽ അത് എവിടെയെങ്കിലും ഭദ്രമായിട്ട് വെക്കുക എന്നുള്ളതല്ല. നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഭദ്രമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് സൂക്ഷിക്കുകയല്ല വേണ്ടത്. ഒരു ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം അത് കുട്ടികൾക്ക് കൃത്യമായിട്ട് പകർന്നു നൽകാൻ കഴിയണം. അവിടെയാണ് ഒരു ടീച്ചറിന്റെ ടാലന്റ്. അതുപോലെ തന്നെയാണ് ഒരു എഴുത്തുകാരന്റെ ടാലന്റ്. അയാളുടെ എഴുത്ത് എന്ന കഴിവ് മനസ്സിൽ സൂക്ഷിക്കുക എന്നതല്ല, കുറെ കാര്യങ്ങൾ ചിന്തിച്ച് നടത്തുക എന്നുള്ളതല്ല. അത് കൃത്യമായിട്ടും എഴുതി അനുവാചകരിലേക്ക്, റീഡേഴ്സിലേക്ക് കൈമാറ്റം ചെയ്യുക എന്നുള്ളതാണ് ഒരു റൈറ്ററിന്റെ ടാലന്റ്. അപ്പൊ ആ ഒരു ടാലന്റ്, when Milton refers to the talent, he relates the loss of his ability to read and write to the servant in Matthew 25 who buries the money given to him by God in the desert rather than investing it wisely. അപ്പൊ തൻ്റെ എഴുതാനും വായിക്കാനുമുള്ള കഴിവ് നഷ്ടപ്പെടാൻ പോവുകയാണ്. ഏതിലൂടെ? കാഴ്ച നഷ്ടപ്പെടുന്നതിലൂടെ. സോ ഇതിലൂടെ ആ ഒരു പാരബിളിൽ, ആ ഒരു സ്റ്റോറിയിൽ തൻ്റെ കയ്യിൽ കിട്ടിയ പണത്തെ കുഴിച്ചു മൂടിയ ഒരു വ്യക്തിയെ പോലെ താനായി പോകുമോ എന്നൊരു പേടി അദ്ദേഹത്തിന് വരുന്നുണ്ട് അല്ലെ. തൻ്റെ ടാലന്റ് ഉപയോഗിക്കാതെ കുഴിച്ചിടേണ്ടി വരുമോ എന്നൊരു പേടി അദ്ദേഹത്തിന് വരുന്നുണ്ട്. അപ്പൊ അത് പഠിച്ചു വെക്കാം.
It is death to Milton to have hidden through no choice of his own in this case his talents beneath his blindness. അപ്പോൾ മരണമാണ് അല്ലെ, തൻ്റെ ടാലന്റ് തനിക്ക് ഉപയോഗിക്കാൻ കഴിയാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് മരണതുല്യമാണ്. അപ്പം മരണത്തിലൂടെ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ടാലന്റ് നഷ്ടപ്പെടുകയുള്ളൂ. അപ്പോൾ ഇറ്റ് ഈസ് ഡെത്ത് ടു മിൽട്ടൺ ടു ഹാവ് ഹിഡൻ. അപ്പം തൻ്റെ ടാലന്റ് മറച്ചു വെക്കുക എന്നുള്ളത് മിൽട്ടനെ സംബന്ധിച്ചിടത്തോളം അത് മരണമാണ്. ത്രൂ നോ ചോയ്സ് ഓഫ് ഹിസ് ഓൺ ദിസ് കേസ് ഹിസ് ടാലൻസ് ബിനീത്ത് ഹിസ് ബ്ലൈൻഡ്നസ്. അപ്പോൾ ബ്ലൈൻഡ്നസ് എന്നത് മരണത്തിലൂടെ മാത്രം നഷ്ടമാകുന്ന ആ ഒരു ടാലന്റ് കാഴ്ചക്കുറവ് അല്ലെങ്കിൽ കാഴ്ച നഷ്ടപ്പെടുന്നതിലൂടെ തനിക്ക് യൂസ്ലെസ് ആയി മാറുകയാണ്. അപ്പോൾ താൻ അവിടെ ഹെൽപ്ലെസ് ആണ് അല്ലെ. കാഴ്ച നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ടാലന്റ് ഉപയോഗിക്കാൻ കഴിയില്ല, തനിക്ക് ഇനി അതൊന്നിനും കഴിയില്ല. താൻ ഹെൽപ്ലെസ് ആയി പോവുകയാണ്, യൂസ്ലെസ് ആയി പോവുകയാണ്. The next lines begin to speak to Milton's devotion to God. അപ്പം അദ്ദേഹത്തിന് കാഴ്ചക്കുറവിലേക്ക് പോവുകയാണ് എന്ന വ്യക്തമായിട്ടുള്ള സൂചന തന്നതിന് ശേഷമുള്ള വരികളിൽ മിൽട്ടന് ദൈവത്തോടുള്ള ആ ഒരു സമർപ്പണത്തിലേക്ക് കടക്കുകയാണ്. He explains that his talents are still hidden even though his soul is more bent. തൻ്റെ ടാലന്റ് മറഞ്ഞു പോയിരിക്കുകയാണ് എങ്കിൽ കൂടിയും താൻ ദൈവത്തെ കൂടുതൽ വണങ്ങുകയാണ്. ടു സെർവ് ഗോഡ് ആൻഡ് പ്രസന്റ് ഹിസ് അക്കൗണ്ട്സ് ത്രൂ റൈറ്റിംഗ്. എഴുത്തിലൂടെ തൻ്റെ എല്ലാവിധ കഴിവുകളും ദൈവത്തിലേക്ക് സമർപ്പിക്കുന്നതിന് വേണ്ടി ദൈവത്തിലേക്ക് ഞാൻ കൂടുതൽ വണങ്ങുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ഹി വാണ്ട്സ് നത്തിങ് മോർ ദാൻ ടു ഡു റൈറ്റ് ബൈ ഗോഡ് ആൻഡ് സെർവ് ഹിം. അദ്ദേഹത്തിന് ദൈവത്തെ അനുസരിക്കുക, ദൈവത്തെ സേവിക്കുക എന്നതിലപ്പുറം ഒന്നും അദ്ദേഹത്തിന് ചെയ്യാനില്ല, ഒരു അവകാശവും അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിന് ചെയ്യേണ്ടത് ദൈവത്തെ സെർവ് ചെയ്യുക മാത്രമാണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അത് അദ്ദേഹത്തിന്റെ ആ ഒരു വലിയൊരു ഡിവോഷനെയാണ് സൂചിപ്പിക്കുന്നത് അല്ലെ. ഇൻ ദിസ് കോണ്ടാക്ട് അക്കൗണ്ട് റെഫേഴ്സ് ടു ബോത്ത് ഹിസ് റെക്കോർഡ്സ് ഇൻ റൈറ്റിംഗ് ആൻഡ് മണി. അപ്പോൾ ഇവിടെ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അവിടെ എഴുത്തും അദ്ദേഹത്തിന്റെ പണവും രണ്ടും ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. വൺസ് മോർ കണക്ടിങ് ദ ഡിലൈമ ടു ദാറ്റ് ഇൻ ദ പാരബിൾ ഓഫ് ടാലൻസ്. പാരബിൾ ഓഫ് ടാലന്റിൽ ഉള്ള ആ ഒരു ഡിലൈമ പോലെ. അപ്പോൾ അദ്ദേഹത്തിന്റെ റൈറ്റിംഗ് ആണ് എന്നും ഇനി പണമാണ്, തൻ്റെ പണം ദൈവത്തിലേക്ക് വിനിയോഗിക്കാൻ വേണ്ടി സന്നദ്ധനാകുന്നു എന്ന രീതിയിലും നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ അക്കൗണ്ട് എന്നുള്ളത് റൈറ്റിംഗ്, മണി. ഇപ്പോൾ ഇവിടെ പ്രിഫറൻസ് കൊടുക്കേണ്ടത് അദ്ദേഹം ഒരു എഴുത്തുകാരനായതുകൊണ്ട് റൈറ്റിംഗ് എന്നതിന് തന്നെയാണ് കേട്ടോ അവിടുത്തെ അക്കൗണ്ട് കൊണ്ടുള്ള ഉദ്ദേശം. ഹി മസ്റ്റ് ഡു ഓൾ ഹി ക്യാൻ സ്പീക്ക് ഫോർ ഗോഡ്. ദൈവത്തിനെ കുറിച്ച് എന്തൊക്കെ പറയാൻ കഴിയുമോ അതെല്ലാം അദ്ദേഹം പറയാൻ റെഡിയാണ്. ലെസ്റ്റ് ഹി റിട്ടേണിംഗ് chide, so that if God returns he will not chide or admonish Milton for not taking advantage of the gifts that God has given him. കാരണം അങ്ങനെ ചെയ്യാതിരുന്നാൽ മാത്രമേ ദൈവത്തിൻ്റെ പഴി കേൾക്കാതിരിക്കാൻ കഴിയൂ അല്ലെ. അങ്ങനെ ദൈവത്തിലേക്ക് തൻ്റെ കഴിവുകളെ സമർപ്പിക്കാൻ തയ്യാറായാൽ മാത്രമേ ദൈവത്തിൻ്റെ ആ ഒരു ചൈഡിൽ നിന്നും സ്കോൾഡിൽ നിന്നും തനിക്ക് ഒഴിവാകാൻ കഴിയുകയുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു. ദെൻ അടുത്ത വരിയിലേക്ക് വരാം. Does God exact day labor? Lightenate, I fondly ask. പ്രകാശം നഷ്ടപ്പെട്ട ഒരു ഡേ ലേബററോട് കൂടുതൽ പണിയെടുക്കാൻ ഇനിയും ദൈവം കൽപ്പിക്കുമോ? ഒരു റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ദൈവം എൻ്റെ കാഴ്ചയാകുന്ന എൻ്റെ കഴിവുകളെ ദൈവം തിരിച്ചെടുത്തിരിക്കുന്നു. ഇനിയും ഞാനൊരു ഡേ ലേബറെ പോലെ, ഡേ ലേബർ എന്ന് പറയുമ്പോൾ പകൽ സമയം ജോലി ചെയ്യാൻ വേണ്ടി നമ്മൾ നിശ്ചയിക്കപ്പെട്ട തൊഴിലാളി എന്ന അർത്ഥത്തിൽ തന്നെയാണ്. അപ്പോൾ ഒരു ഡേ ലേബർ ഇനിയും വർക്ക് ചെയ്യാൻ ദൈവം ആവശ്യപ്പെടുമോ എന്ന് റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. At this point, Milton is finishing the sentence that he began at the beginning of the poem with the word when. അപ്പോൾ when കൊണ്ട് നേരത്തെ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ, അത് ഇവിടെ ഒന്ന് ക്ലോസ് ചെയ്യാണ്. അപ്പോൾ ദൈവം അങ്ങനെ ഒരു ജീവിതത്തിന്റെ പകുതി എത്തുന്നതിന് മുന്നേ കാഴ്ച നഷ്ടപ്പെട്ട എന്നോട് ഇനിയും ദൈവത്തെ സെർവ് ചെയ്യാൻ ദൈവം ആവശ്യപ്പെടുമോ? In short, he asked, does God require those without light to labor? പ്രകാശമില്ലാത്ത, കാഴ്ചയില്ലാത്ത ഒരു വ്യക്തിയോട് ഇനിയും പണിയെടുക്കണമെന്ന് ദൈവം ആവശ്യപ്പെടുമോ? He wants to know whether when he cannot continue his work due to his blindness, will God still require work of him? കാഴ്ചക്കുറവ് കാരണം തനിക്ക് ഇനി എഴുത്ത് അല്ലെങ്കിൽ രചന എന്ന സേവനം ദൈവത്തിന് വേണ്ടി ചെയ്യാൻ കഴിയില്ല. ആ ഒരു അവസ്ഥയിൽ താൻ വീണ്ടും ദൈവത്തിന് വേണ്ടി എഴുതണം അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി സേവനം ചെയ്യണം എന്ന താല്പര്യം ദൈവത്തിന് ഉണ്ടാകുമോ എന്ന ഒരു റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻ അവിടെ അദ്ദേഹം മുന്നോട്ട് വെക്കുകയാണ്. ഇനി അതിനുള്ള ഉത്തരം വരികയാണ്. ബട്ട് പേഷ്യൻസ് ടു പ്രിവെന്റ് ദാറ്റ് മർമർ. ആ ഒരു മർമറിങ്ങിനെ, ആ ഒരു പിറുപിറുപ്പിനെ
പ്രതിരോധിച്ചുകൊണ്ട് പേഷ്യൻസ്. അപ്പോൾ അവിടെ മറുപടി പറയുന്നത്, ആൻസർ പറയുന്നത് പേഷ്യൻസ് ആണ്, പേഴ്സോണിഫിക്കേഷൻ ആണ് അല്ലെ. ഇവിടെ ആൻസർ പറയുന്നത് പേഷ്യൻസ് ആണ്. പേഷ്യൻസ് പെട്ടെന്ന് മറുപടി പറയാണ്, God did not need either man's work or his own gifts who blessed. ദൈവത്തിന് മനുഷ്യന്റെ ഒരു സമ്മാനം ആവശ്യമില്ല, മനുഷ്യന്റെ ഒരു പണിയും ദൈവത്തിന് ആവശ്യമില്ല. മിൽട്ടൺ കണ്ടിന്യൂസ് invoking the personification of patience in the next line. അപ്പോൾ ഈ വരിയിൽ പേഷ്യൻസിനെ അതൊരു മനുഷ്യനോട് ഉപമിച്ചുകൊണ്ടാണ്, പേഴ്സോണിഫിക്കേഷൻ ആണ് നടക്കുന്നത്. പേഷ്യൻസ് എന്ന് പറയുന്ന ഒരു ഗുണമാണ്, ഒരു വാല്യൂ ആണ് അല്ലെ. അതൊരിക്കലും സംസാരിക്കില്ല. അപ്പോൾ സംസാരിക്കുക എന്നുള്ളത് ഒരു മാനുഷിക ഗുണമാണ്. അപ്പോൾ മാനുഷിക ഗുണത്തെ പേഷ്യൻസിന് വെച്ചു കൊടുത്തുകൊണ്ട് പറയാണ്, പേഷ്യൻസ് സമാധാനം അല്ലെ, സമാധാനം എന്ന ആ ഒരു മൂല്യത്തിലേക്ക് വെക്കുകയാണ്. പേഷ്യൻസ് അപ്പിയേഴ്സ് ആസ് എ പസിഫൈങ് ഫോഴ്സ് ടു പ്രിവെന്റ് ദാറ്റ് മോമോ. അപ്പോൾ കവിയിലുണ്ടാകുന്ന ആ ഒരു മർമറി, ആ ഒരു ആവലാതിക്ക് മറുപടി പറയുന്ന ഒരു പാസിഫൈങ് ഫോഴ്സ് ആയിട്ട് പേഷ്യൻസ് അപ്പിയർ ചെയ്യാണ്. ദ സ്പീക്കർ വുഡ് ക്വസ്റ്റ്യൻ ഗോഡ് ആസ് ഡിസ്ക്രൈബ്ഡ് അബോവ്. നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്ന ആ ഒരു മർമറിങ്ങിന് ഉത്തരമായിട്ട് പേഷ്യൻസ് വരുന്നു. പേഷ്യൻസ് റിപ്ലൈസ് ടു ദ സ്പീക്കേഴ്സ് ഇന്റർണൽ ക്വസ്റ്റ്യൻ ആൻഡ് ദ റിമൈൻഡർ ഓഫ് ദ പോം ഈസ് ദാറ്റ് റെസ്പോൺസ്. പിന്നീട് ആ പേഷ്യൻസ് പറയുന്ന മറുപടിയാണ് തുടർന്നുള്ള വരികളിലുള്ളത്. Patience explains that God does not need special gifts or works from man, such as Milton's writing, but loves best those who bear his mild yoke. ദൈവത്തിന് എന്താവശ്യമില്ല മിൽട്ടനെ പോലുള്ള ആളുകളുടെ എഴുത്തിന്റെ അല്ലെങ്കിൽ ഒരു ജോലിയുടെയും മനുഷ്യന്റെ ഒരു പ്രവർത്തനത്തിന്റെയും ഒരു സേവനത്തിന്റെയും ആവശ്യം ദൈവത്തിനില്ല. മറിച്ച് നേരത്തെ കവിതയുടെ ലാസ്റ്റ് ഒരു വരിയുണ്ടല്ലോ, അതിന്റെ അവസാനം ഹൂ ബെസ്റ്റ് കണ്ടില്ലേ, ഹൂ ബെസ്റ്റ്. ഇനി അവസാനം അതിന്റെ ബാക്കി വരുന്നത് അടുത്ത വരികളിലാണ്. ദൈവത്തിന് ആവശ്യം വരുന്നത് അവന്റെ മൈൽഡ് യോക്ക്, ദൈവത്തിന്റെ മൈൽഡ് യോക്ക് ആരാണോ വഹിക്കുന്നത്, നന്നായിട്ട് വഹിക്കുന്നത്, അവരിലാണ് ദൈവം തൃപ്തിപ്പെടുന്നത്. ദിസ് കോംപ്ലിക്കേറ്റഡ് ഫ്രേസ് റെഫറൻസ് ടു എ യോക്ക്. ആ വരിയുടെ അവസാനം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അല്ലേ. ഹു ബെസ്റ്റ് ബിയർ ഹിസ് മൈൽഡ് യോക്ക് ദേ സർവ് ഹിം ബെസ്റ്റ്. ദൈവത്തിന്റെ ആ ഒരു മൈൽഡ് ആയിട്ടുള്ള യോക്ക് ആരാണോ വഹിക്കുന്നത് അവരാണ് ദൈവത്തെ നന്നായിട്ട് സെർവ് ചെയ്യുന്നത്. അപ്പൊ ദൈവം കൊടുക്കുന്ന ആ ഒരു പരീക്ഷണങ്ങൾ, മൈൽഡ് യോക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പരീക്ഷണമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ദൈവം കൊടുക്കുന്ന പരീക്ഷണം ആരാണോ സഹിക്കുന്നത് അവരാണ് ദൈവത്തെ ശരിക്കും സെർവ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? സോ എന്താണ് മൈൽഡ് യോക്ക്? ഇത് തന്നെയാണോ? യെസ്. This complicated phrase reference a yoke. ഇപ്പോൾ ഇവിടെ മൈൽഡ് യോക്ക് എന്ന് പറയുന്ന ഫ്രൈസ്, യോക്ക് എന്ന് പറയുന്നത് എ വുഡൻ ഫ്രെയിം ദാറ്റ് യൂസ്ഡ് ടു ബി പ്ലേസ്ഡ് അറൗണ്ട് പ്ലോയിങ് ആനിമൽസ് നെക്ക് ആൻഡ് ഷോൾഡേഴ്സ്. കണ്ടില്ലേ, നമ്മൾ ഒരു പ്ലോയിങ് ആനിമൽസ്, നിലം ഉഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്ന മൃഗങ്ങളുടെ ആ ഒരു കഴുത്തിന് ചുറ്റും കെട്ടിവെക്കുന്ന ഒരു വുഡൻ മെറ്റീരിയലാണ് ഈ ഒരു യോക്ക് എന്ന് പറയുന്നത്. നമ്മൾ കാളയെ പൂട്ടുക എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഈ ഒരു യോക്കാണ് ഇത് ഈ ഒരു കാളകൾ എങ്ങോട്ടാണോ സഞ്ചരിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇതാണ് യോക്ക്. സോ ദിസ് വുഡ് അലോ ആനിമൽസ് ടു ബി ഡയറക്റ്റഡ് അറൌണ്ട് ദ ഫീൽഡ്. ആ പാടത്തിന് ചുറ്റും, ഫീൽഡിന് ചുറ്റും എങ്ങോട്ടാണ് സഞ്ചരിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഇത്തരം യോക്കാണ്. So essentially those who gives over their lives to God and accept that he is in the control of their fate are loved best. That is what God gives, not gives or work. അപ്പൊ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം നൽകുന്ന ആ ഒരു നിയന്ത്രണം, ദൈവം നൽകുന്ന ആ ഒരു നിയന്ത്രണമാണിത് അല്ലെ. ഇവിടെ കാളകളെ നിയന്ത്രിക്കുന്നത് ഈ ഒരു യോക്കാണ്. അതേപോലെ ദൈവം നമ്മുടെ മുന്നിൽ, നമ്മുടെ മുതുകിലേക്ക് ഒരു യോക്ക് വെച്ച് തന്നിട്ടുണ്ടോ, ആ യോക്കാണ് നമ്മുടെ വിധി അല്ലെ, നമ്മുടെ വിധി. അപ്പൊ ദൈവത്തിന്റെ ആ ഒരു നിയന്ത്രണം, ദൈവത്തിന്റെ ആ ഒരു വിധി അല്ലെങ്കിൽ ദൈവത്തിന്റെ പരീക്ഷണം, അതിനെ നന്നായിട്ട് വഹിക്കുന്നത് ആരോ അവരാണ് ദൈവത്തെ നന്നായിട്ട് സേവിക്കുന്നത്. അതാണ് ദൈവത്തിന് വേണ്ടത്, അല്ലാതെ ഒരാളുടെ സമ്മാനമോ ഒരാളുടെ ജോലിയോ ഒന്നുമല്ല. പേഷ്യൻസ് കംസ് ടു ദ ഫൈനൽ പോയിന്റ് ഓഫ് ദ പോം ഇൻ ദ നെക്സ്റ്റ് ലൈൻ. ഇനി അതിന്റെ തുടർച്ച വീണ്ടും കവിതയിൽ വരികയാണ്. ബിയർ ഹിസ് മൈൽഡ് യോക്ക്. അപ്പോൾ പേഷ്യൻസ്, സമാധാനത്തെ കുറിച്ചാണ് ഈ പറയുന്നത് അല്ലേ. നമ്മൾ സമാധാനത്തിലിരിക്കുക, ദൈവത്തിന്റെ പരീക്ഷണത്തിൽ നമ്മൾ തൃപ്തിപ്പെടുക, സമാധാനപ്പെടുക. ബിയർ ഹിസ് മൈൽഡ് യോക്ക് ദേ സർവ് ഹിം ബെസ്റ്റ്. ഹിസ് സ്റ്റേറ്റ് ഈസ് കിങ്ലി. ദൈവത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് രാജകീയമാണ്. ദൈവം എന്ന് പറയുന്ന ഒരു, നമ്മൾ പറയില്ലേ, രാജാക്കന്മാരുടെ മേലുള്ള രാജാവാണ്. Thousands at his bidding speed and post over land and ocean without rest.
ഈ പ്രപഞ്ചത്തിലാകമാനം പർവ്വതങ്ങളും മലകളും കരകളും എല്ലാം കടന്നുകൊണ്ട് ആയിരക്കണക്കിന് ദാസന്മാർ ദൈവത്തെ വണങ്ങാൻ സന്നദ്ധനായി നിൽക്കുകയാണ്. ദേ ആൾസോ സെർവ് ഹു ഓൺലി സ്റ്റാൻഡ് ആൻഡ് വെയിറ്റ്. പക്ഷേ അവിടെ ദൈവത്തെ സെർവ് ചെയ്യുന്നത് ആർക്കാണോ ക്ഷമാപൂർവം കാത്തുനിന്ന് ദൈവത്തെ സമാധാനത്തോടെ സെർവ് ചെയ്യാൻ കഴിയുന്നത്, അവനാണ് ദൈവത്തിൻ്റെ യഥാർത്ഥ ദാസൻ, അല്ലെങ്കിൽ ദൈവത്തെ യഥാർത്ഥത്തിൽ സേവിക്കുന്നത് എന്ന് പറഞ്ഞു വെക്കുന്നു. സോ പേഷ്യൻസ് കമ്പയർസ് ഗോഡ് ടു എ കിങ്. അപ്പോൾ ഇവിടെ പേഷ്യൻസിന്റെ ആ ഒരു മറുപടിയുടെ തുടർച്ചയാണ് ഈ പറഞ്ഞത് അല്ലേ. പേഷ്യൻസ് ദൈവത്തെ ഒരു രാജാവിനോട് ഉപമിക്കുകയാണ്. സെയിങ് ദാറ്റ് ഹിസ് സ്റ്റേറ്റ് ഈസ് കിങ്ലി വിത്ത് തൗസൻഡ്സ് അറ്റ് ഹിസ് ബാക്ക്. അദ്ദേഹം പറയാണ്, പേഷ്യൻസ് പറയാണ്, ദൈവത്തെ വണങ്ങുന്നതിന് വേണ്ടി ആയിരക്കണക്കിന് ആളുകളുണ്ട്. ഇൻ ദ സ്റ്റേറ്റ് ദാറ്റ് ഈസ് ദ വേൾഡ്, ദീസ് പീപ്പിൾ ആർ പാർട്ട് ഓഫ് ദ അൺലിമിറ്റഡ് റിസോഴ്സസ് ഓഫ് ദ കിങ് ഗോഡ്. സോ ആ ഒരു അവസ്ഥയിൽ ഈ ലോകം എന്ന് പറയുന്നത്, ലോകം മുഴുവനും ദൈവത്തിന്റെ സാമ്രാജ്യമാണ്. അതിലുള്ള ആളുകൾ മുഴുവനും ദൈവത്തിന്റെ പ്രജകളാണ്. The post over land and ocean without pausing for rest. So the post or move quickly. അപ്പോൾ ഈ രാജ്യത്തിലുള്ള, ഈ ലോകത്തുള്ള, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ആളുകളും പോസ്റ്റ് അഥവാ മൂവ് ക്വിക്ലി. പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ പോസ്റ്റ് ഓവർ ലാൻഡ്, മലകളും കുന്നുകളും കടന്ന് ഓരോ ആളുകളും ഇങ്ങനെ ക്വിക്കായിട്ട് ദൈവത്തിന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. വിത്തൗട്ട് പൗസിങ് ഫോർ ദ റെസ്റ്റ്. അവരെന്ത് ചെയ്യുന്നില്ല, വിശ്രമിക്കാതെ ദൈവത്തിന് വേണ്ടി ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. The poem ends with the answer to the speaker's unasked question that those who cannot rush over land and ocean like Milton also serve God. അപ്പോൾ ഈ മലകളും കുന്നുകളും താണ്ടി നിരന്തരം ദൈവത്തിന് വേണ്ടി പെർഫോം ചെയ്തിരിക്കുന്ന ആളുകൾ മാത്രമല്ല ദൈവത്തിന് വേണ്ടി സെർവ് ചെയ്യുന്നത്, they also serve who only stand and wait. ദൈവത്തെ സെർവ് ചെയ്യുന്നത് ആരും കൂടിയാണ്. they also എന്ന് പറയുന്നത് who only stand and wait. ദൈവത്തെ ക്ഷമാപൂർവം അഥവാ സഹിച്ച്, ദൈവം നൽകുന്ന പരീക്ഷണങ്ങളെല്ലാം സഹിച്ച് ക്ഷമാപൂർവം വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകളും ദൈവത്തെ സെർവ് ചെയ്യുന്നു. അപ്പൊ ആക്ഷൻസിലൂടെ മാത്രമൊന്നല്ല, ഏറ്റവും ഉചിതമായിട്ട് ദൈവത്തെ സെർവ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ആളുകളാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? സോ ഡിയർ ഫ്രണ്ട്സ്, ഇതാണ് കവിതയുടെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ. ഇനി ചെറിയൊരു വീഡിയോയിലൂടെ ഇതിലെ പ്രധാനപ്പെട്ട പൊയറ്റിക്കൽ ഡിവൈസസ് കൂടി നമ്മൾ പറയും. അതോടുകൂടി ഈ ഭാഗം നമ്മൾ കംപ്ലീറ്റ് ആക്കും. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, ഒരു വരി പോലും സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക. സോ പുതിയൊരു ക്ലാസ്സിൽ ഇതിൻ്റെ തുടർച്ചയായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും. നന്ദി.